ഹലോ ഡിയേഴ്സ്, ഞാൻ നിങ്ങളൊരു അടിപൊളി ലൊക്കേഷൻ കാണിക്കാം. നെതർലാൻഡിൽ ഇപ്പോൾ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ഒരു ചെറിയ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ഗേർലെ എന്ന് പറയുന്ന ജർമ്മനിയുടെ പ്ലേസ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. രണ്ട് സൈഡിലും മസ്റ്റാർഡ് ഫീൽഡൊക്കെ കാണാം. അതേപോലെ ഹില്ലി ആയിട്ടുള്ള റോഡും ഫോറസ്റ്റും നല്ല ഹെയർ പിൻ ടേൺസും ഒക്കെ ആയിട്ട് റോഡ് ട്രിപ്പിന് പറ്റിയൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം കാണാനായിട്ട് പോകുന്നത് ഗേർലെ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. നമ്മൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു 1.5 കിലോമീറ്റേഴ്സ് നടന്നിട്ട് വേണം നമുക്കവിടെ ബ്രിഡ്ജ് കാണാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഗേർലെ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിലെ ദൂരം എന്ന് പറയുന്നത് 360 മീറ്റർ ആണ്. അതേപോലെ തന്നെ 100 മീറ്റേഴ്സ് ഹൈറ്റും ഉണ്ട് ഈ ബ്രിഡ്ജിന്. ഈ ബ്രിഡ്ജ് 2015 വെറും 4 വീക്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിന് അപ്രോക്സിമേറ്റ്ലി 600 പെഡസ്ട്രിയൻസിനെ അറ്റ് വൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഹൈക്കിങ്ങിന് പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഗേർലെ. ഇവിടെ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ്. കുറേ വാലീസും ഫോറസ്റ്റും ഒക്കെ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഈ ബ്രിഡ്ജിൽ കയറാനായിട്ട് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഫ്രീ എൻട്രി ആണ്. അതുപോലെ അവിടെ തന്നെ പാർക്കിങ്ങും അവൈലബിൾ ആണ്. ആൻഡ് ഇറ്റ് കോസ്റ്റ് അറൗണ്ട് €6 ഫോർ 4 hours. ഈ ബ്രിഡ്ജ് സ്ലൈറ്റായിട്ട് വോബിൾ ചെയ്യും. കുറേ ആളുകൾ ഒരുമിച്ച് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, പർട്ടിക്കുലർലി മിഡിൽ പോർഷനിൽ. അപ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മസ്റ്റാർഡ് ഫീൽഡും വിൻഡ് മിൽസും പിന്നെ ആ ഒരു സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഇന്നിവിടെ സ്റ്റേ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.